ഇന്നിപ്പോൾ നമ്മൾ പീക്കോ സ്റ്റിച്ച്, അതായത് ഈ ഷോളിൻ്റെയൊക്കെ തുമ്പത്ത് കാണുന്ന ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റിച്ച്, ആ ഒരു സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉള്ളതാണ് റോൾഡ് ഹെം എന്ന് പറയുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീൻ ബ്രദറിൻ്റെ GS2700 ആണ്. ഇവിടെ ഇപ്പോൾ സെറ്റിങ്സ് ചെയ്യേണ്ടത് നമുക്ക് ഈ 3rd നമ്പറിൽ കാണുന്ന സിക്സാക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആരോയുടെ നേരെ 3 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത് 1.5 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 കഴിഞ്ഞിട്ട് 2 ബിറ്റ്വീനുള്ള ആ ഒരു ഡോട്ട് നമ്മുടെ ആ ഒരു ആരോയ്ക്ക് നേരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് 4 അല്ലെങ്കിൽ 5 വെക്കാം. നമുക്കിവിടെ 4 സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ടെൻഷൻ നമുക്ക് നോർമലി ഇടുന്നത് ഏതെങ്കിലും സെറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 5 ഇട്ട് കൊടുക്കാം. ഈ ഒരു മെഷീനോടൊപ്പം പീക്കോയുടെ ഫൂട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ഫൂട്ട് വാങ്ങാൻ പറ്റും. ശരിക്കും ഈ ഒരു മിഷൻ നമ്പർ പറഞ്ഞ് നമ്മളിപ്പം ഈ ഒരു പീക്കോ ഫൂട്ട് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വിടുത്തൊക്കെ ഉള്ള ഫൂട്ടാണ് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു മെഷീനോടൊപ്പം ഈ ഒരു ഫൂട്ട് വരാത്തത് കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സ്പെയർ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്കി സ്റ്റിച്ചിങ് മെത്തേഡെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ഈ ഒരു ഫൂട്ടിന് കുറച്ചുകൂടി ഒരു വിടുത്ത് കൂടുതൽ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ നോർമൽ ഫൂട്ട് ഞാനിവിടേക്ക് ഇളക്കി മാറ്റുന്നുണ്ട്. ഈ ഫൂട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെഷീൻ ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാബ്രിക്കിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ കാണുന്ന ഈ ഒരു റൗണ്ടിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കടത്തി വിടുകയാണ് ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ഫാബ്രിക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വിട്ടു കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് ദേ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ 2 സൈഡിലും 2 കളറാണ് കൊടുത്തിരുന്നത്. അടിയിൽ ഗ്രീനാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അടിയിൽ ദേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചൊരു ഭയങ്കര ചെറിയ നാരോ സ്റ്റിച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി ഈ ഒരു സെറ്റിങ്സ് ഇടുമ്പം ഈ ഒരു ഫുട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ സ്റ്റിച്ചാണ് വരാറ്. അതിപ്പം വിഡ്ത്തും ഇതും ലെങ്ത്തും ഒന്ന് കൂട്ടി കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സെറ്റിങ്സ് മാറ്റിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ചൂസ് ചെയ്തിരിക്കുന്നത് സിക്സാക്ക് തന്നെയാണ്. 3 സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി മുകളിലേക്ക് ലെങ്ത് വരുമ്പോൾ ഞാൻ 2.5 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിഡ്ത്ത് 5 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ടെൻഷന് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. 6 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് തള്ളി വെച്ച് കൊടുക്കണം. നീഡിൽ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒന്ന് വളച്ച് പിടിച്ചിട്ടുണ്ട്. ഇതേ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ടുള്ള സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. അടിഭാഗത്ത് ഞാൻ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്, മുകളിൽ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിൽക്കിൻ്റെ പോലെ നല്ല തിന്നായിട്ടുള്ള ഫാബ്രിക്കൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആ സെറ്റിങ്സ് കുറച്ച് കൊടുക്കാം. ലെങ്തും വിഡ്ത്തും കുറച്ചും കൂട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇതുപോലെ വലിയ സ്റ്റിച്ചും ചെറിയ സ്റ്റിച്ചും വരും. ഇപ്പം ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ലെങ്ത് 1.5 വിഡ്ത്ത് 4 ഇട്ടതാണ്. ഇത് ലെങ്ത് 2.5 വിഡ്ത്ത് 5 ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ GS2700 മെഷീനിൽ ഇനി 1-2 സ്റ്റിച്ചുകൾ മാത്രമേ നമ്മളിപ്പോൾ പെൻഡിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൂ. അതും കൂടി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.